നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ? നിങ്ങൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാറുണ്ടോ? ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് എയർപോർട്ട് വൊക്കാബുലറീസ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് ടേം ആണ് ട്രാവൽ ഏജന്റ്. ട്രാവൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിപ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാനും നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത് തരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ട്രാവൽ ഏജന്റ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് വൺ, ടു ബുക്ക് എ ടിക്കറ്റ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു എയർലൈൻസിൽ നമ്മുടെ സീറ്റ് റിസർവ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു മൂവീസിന് സീറ്റ് റിസർവ് ചെയ്യില്ലേ, അല്ലെങ്കിൽ ഒരു ബസ്സിലോ റെയിൽവേസിലോ നമ്മൾ സീറ്റ് റിസർവ് ചെയ്യില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീറ്റ് റിസർവ് ചെയ്യുന്നതിനാണ് ബുക്ക് എ ടിക്കറ്റ് എന്ന് പറയുക. ബുക്ക് എ ടിക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് വൺ വേ ടിക്കറ്റും ഒന്ന് ടു വേ ടിക്കറ്റ് അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ്. വൺ വേ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് പോകണമെന്ന് വിചാരിക്കാം. ഇവിടുന്ന് കൊച്ചി ടു ഗോവ ടിക്കറ്റ് മാത്രമാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് വൺ വേ ടിക്കറ്റ് എന്ന് പറയും. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്കും ഗോവയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് ഒരുമിച്ച് ബുക്ക് ചെയ്യുന്നതിനാണ് റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് അല്ലെങ്കിൽ ടു വേ ടിക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡാണ് എയർലൈൻസ്. എയർലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റ് അല്ലെങ്കിൽ ആ എയർപ്ലെയിൻ ഓൺ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടാകും. ആ കമ്പനിക്ക് നമ്മൾ പറയുന്ന പേരാണ് എയർലൈൻസ്. ഫോർ എക്സാമ്പിൾ സിംഗപ്പൂർ എയർലൈൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് എയർവേസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് എയർലൈൻസ് എന്ന് പറയുക. ഇനി നമുക്കൊരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മളൊരു ഡൊമസ്റ്റിക് ട്രാവലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നമ്മുടെ പേഴ്സണൽ ID കാണിച്ചാൽ മതി. അതായത് ആധാർ കാർഡോ വോട്ടേഴ്സ് IDയോ അങ്ങനെ ഏതെങ്കിലും. ഇനി നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രാവലാണ് ചെയ്യുന്നതെങ്കിൽ പാസ്പോർട്ട് നമുക്ക് നിർബന്ധമാണ്. പാസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കൺട്രിയിൽ ബിലോങ് ചെയ്യുന്ന സിറ്റിസൺ ആണെന്ന് കാണിക്കാനുള്ള ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ ഒരു കൺട്രി ലീവ് ചെയ്യാനും ഒരു കൺട്രിയിലോട്ട് എൻ്റർ ചെയ്യാനും പാസ്പോർട്ട് നിർബന്ധമായിട്ട് നമുക്ക് വേണം. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡോക്യുമെൻ്റ് ആണ് വിസ. വിസ എന്ന് പറയുന്നത് നമ്മളൊരു കൺട്രിയിൽ എൻ്റർ ചെയ്ത് ആ കൺട്രിയിൽ കുറച്ച് നാൾ താമസിക്കാനോ അല്ലെങ്കിൽ അവിടെ ട്രാവൽ ചെയ്യാനോ ഒക്കെ നമുക്ക് അനുവാദം തരുന്ന ഒരു സ്പെഷ്യൽ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ വിസ എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് ക്യാരി ഓൺ ലഗേജ്. ക്യാരി ഓൺ ലഗേജ് എന്ന് പറയുന്നത് ഒരു സ്മോൾ പീസ് ഓഫ് ഹാൻഡ് ലഗേജ് ആയിരിക്കും. ത്രൂ ഔട്ട് നമ്മുടെ ജേർണി നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന ലഗേജ് ആണ് ക്യാരി ഓൺ ലഗേജ്. നെക്സ്റ്റ് വരുന്നത് ചെക്ക്ഡ് ബാഗേജ്. ചെക്ക്ഡ് ബാഗേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റില്ല, പക്ഷേ എയർലൈൻസ് നമുക്കത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് തരും. ക്യാരി ഓൺ ലഗേജ് ആണെങ്കിലും ചെക്ക്ഡ് ബാഗേജ് ആണെങ്കിലും ഒരു സ്പെസിഫിക് വെയിറ്റ് ഉണ്ടാകും. ആ വെയിറ്റിനനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ലഗേജ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അടുത്ത ടേം എന്ന് പറയുന്നത് ചെക്ക് ഇൻ ആണ്. ചെക്ക് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗേജ് എല്ലാം നമ്മൾ കൊടുത്തിട്ട് ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ബോർഡിംഗ് പാസ് മേടിക്കുന്നതാണ് ചെക്ക് ഇൻ എന്ന് പറയുന്നത്. ഈ ബോർഡിംഗ് പാസിൽ തന്നെ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യേണ്ട ടൈമും കാണിച്ചിട്ടുണ്ടാകും, അതായത് ബോർഡിംഗ് ടൈമും കാണിച്ചിട്ടുണ്ടാകും. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ട്രാവലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് സെക്യൂരിറ്റി ചെക്ക് ഇൻ ആണ്. നമ്മൾ ഫിസിക്കലി എന്തെങ്കിലും വെപ്പൺസോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടോന്നോ നമ്മുടെ ക്യാരി ഓൺ ലഗേജിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ചെക്കിംഗ് ചെയ്യുന്നത്. ഇനി ഇൻ്റർനാഷണൽ ട്രാവലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ബോർഡിംഗ് പാസ് വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഇമിഗ്രേഷൻ ക്ലിയറൻസിനാണ്. ഇമിഗ്രേഷൻ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ വിസ ഇതെല്ലാം അവരൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഒന്ന് വെരിഫൈ ചെയ്ത് സീൽ ചെയ്ത് തരും. അതിനെയാണ് നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഈ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞിട്ടാണ് ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടിൽ നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് പോകുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് ഗേറ്റ് ആണ്. നമുക്ക് കിട്ടുന്ന ബോർഡിംഗ് പാസിൽ ഒരു ഗേറ്റ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ആ ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കാം. അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ടാകും. നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ വെയിറ്റിംഗ് ഏരിയയിലാണ്. അടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കോമൺ ടേംസ് ആണ് അറൈവലും ഡിപ്പാർച്ചറും. അറൈവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും റിസീവ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അറൈവലിലോട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ ആരെങ്കിലും കൊണ്ടുവിടാനോ അല്ലെങ്കിൽ നമ്മൾ പോകാനോ പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്നത് ഡിപ്പാർച്ചറിലേക്കാണ്. അതായത് അറൈവൽ എന്ന് പറഞ്ഞാൽ വരിക, ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ പോവുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 3 കാറ്റഗറി ഓഫ് സീറ്റിങ്ങിനെ പറ്റിയാണ്. ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ്, എക്കോണമി ക്ലാസ്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്ലാസ്സിൽ. അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് ബിസിനസ് ക്ലാസ്. കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് എക്കോണമി ക്ലാസ്. നമ്മളൊരു ഫ്ലൈറ്റ് ട്രാവലിൽ നമുക്ക് രണ്ട് രീതിയിൽ പോകാം. ഒന്നുകിൽ നമുക്കൊരു ഒറ്റ സ്ട്രെച്ചിന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അങ്ങനെ ഒരു ബ്രേക്ക് വന്നു പോകുന്നതിനാണ് നമ്മൾ ലേ ഓവർ എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് ബാഗേജ് ക്ലെയിം. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ബാഗേജ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ബാഗേജ് ക്ലെയിമിൽ പോയിട്ടാണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ജേർണിയെ സംബന്ധിച്ച് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ അടുത്തൊരു ഫ്ലൈറ്റ് ജേർണി കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലേ? നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.